പറയേണ്ടത് അനുകൂലത്തിൽ നന്നാവാൻ ഏത് മൂടനും കഴിയും, പ്രതികൂലത്തിൽ നന്നാവാനാണ് നല്ലത്. എന്താ പ്രതിബന്ധങ്ങളും പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളിലും പോയിട്ട് വിടരുന്ന ലോക ജീവിതത്തിൽ തന്നെ എന്തുണ്ടാവും? ഓരോരോ അനുഭവങ്ങൾ വരുമ്പോ ആ അനുഭവങ്ങളെ വിലയിരുത്തിയാൽ മതി. ഞാൻ നിത്യമുക്തരാണെന്ന് അറിയാം. ഇത് വിലയിരുത്താനുള്ള ഒരു വിചാരം നമുക്ക് ഉണ്ടാക്കി ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? എന്തുണ്ടാവും? ഓരോ സാഹചര്യം വരും, അത് എല്ലാവർക്കും വരും. അത് ആധ്യാത്മികമായി മുന്നേറുന്ന ആൾക്കും വരും, മുന്നേറാത്ത ആൾക്കും വരും, എല്ലാവർക്കും വരും. പക്ഷെ എന്താ വ്യത്യാസം? അയാൾ വിലയിരുത്തുന്നു, ഇയാൾ വിലയിരുത്തുന്നില്ല. വിലയിരുത്താത്തത് കൊണ്ട് അയാൾക്ക് കൊണ്ട് അനുഭവിക്കുക എത്രയൊക്കെ അനുഭവങ്ങൾ വന്നാലും പിന്നെയും തദ്ദൈവം. പറഞ്ഞു മനസ്സിലായില്ലേ? നമുക്ക് ജീവിതത്തിൽ വലിയ അനുഭവങ്ങൾ സന്യാസിക്കേ വരൂ, ലൗകികന് വരിക. സന്യാസി എന്നോ ലൗകികനെന്നോ ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവർക്കും അനുഭവങ്ങളുണ്ട് ഇല്ലേ? നല്ലതും ചീത്തയുമായ അനുഭവങ്ങളുണ്ട്. പ്രതിബന്ധങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവും. പരീക്ഷണങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവും. പ്രലോഭനങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവും. പിന്നെ എന്താ വ്യത്യാസം? വിചാരം ചെയ്യുന്നില്ല. ഒരു കൂട്ടർ വിചാരം ചെയ്യുന്നു, നമുക്ക് വിചാരം ചെയ്തില്ലേ? ഇതെന്താ കാരണം? ഇത് വരാനെന്താ കാരണം? വിചാരം ചെയ്തു. രാത്രിയെ ശരിക്കും വിചാരം ചെയ്യുന്ന ഒരാൾക്ക് ആ രാത്രി ഒരു പകലിന്റെ മുന്നോടിയാണ്. മനസ്സിലായില്ല? അല്ലാത്തവർക്ക് കൂടുതൽ കൂടുതൽ അന്ധകാരത്തിലേക്കുള്ള കൂട്ടുകൂത്തലുമായേക്കാം. എന്താ പ്രശ്നങ്ങൾ വരട്ടെ ജീവിതത്തില്, ആ പ്രശ്നങ്ങളെ മാറ്റിവെക്കുകയല്ല, ഒളിച്ചോടുകയല്ല ചെയ്യുന്നത്. പിന്നെന്താ? എല്ലാ പ്രശ്നങ്ങളെയും വിലയിരുത്തിയിട്ട് പിന്നെന്താണ്? പ്രശ്നം ഇല്ലാതാവുകയല്ല, പ്രശ്നം അല്ലാതാവുകയാണ്. വാക്ക് ശ്രദ്ധിക്കണേ. പ്രശ്നമല്ലാതാകുന്നു, പ്രശ്നം ഇല്ലാതാവുന്നു വിചാരിക്കരുത്. ലൗകികനായാലും ഏതൊരു തരത്തിലുള്ള ആളായാലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുപോലെ പ്രശ്നമല്ല. ദുഃഖമായാലും എന്തായാലും അയാൾക്കൊരു പ്രശ്നമല്ല. അതൊക്കെ ഞാൻ പ്രതീക്ഷിക്കണം. കദീന പൊട്ടിക്കാൻ പോകുന്ന ആളെ കണ്ടപ്പോ ഞെട്ടുന്നില്ല, പൊട്ടിക്കാൻ പോകുന്ന ആളെ കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഞെട്ടിയില്ല. അത്രയുള്ളൂ. അതേയുള്ളൂ വ്യത്യാസം. അതുകൊണ്ട് നമുക്കൊക്കെ വിചാരം ചെയ്യാം. ഏതാ വിചാരം ചെയ്യേണ്ടത്? നേതി മാർഗത്തിൽ കൂടി അനാത്മാവിനെ നിഷേധിച്ചതിന് ശേഷം ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ വർണ്ണിച്ചാൽ മനസ്സിലാവും. സമയം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 6-ാമത്തെയും 7-ാമത്തെയും നമുക്ക് അടുത്ത് നോക്കാം. അതിൽ വിവരിക്കുന്നത് ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം എന്താണ്. കൂടുതൽ നമ്മൾ ആഴത്തിലേക്ക് ഞാൻ ആരാണെന്ന് വ്യക്തമാക്കുക. എന്നാ വ്യക്തമാവുമോ? വ്യക്തമാവും. വിചാരം ചെയ്ത് വ്യക്തമായി കഴിഞ്ഞാലോ അത് ആരോടും പറഞ്ഞു കൊടുക്കാനും പറ്റില്ല. പറഞ്ഞു കൊടുത്തത് തന്നെ വ്യക്തമല്ല. ബുക്കിന്റെ പരിമിതി വരുന്നതുകൊണ്ട് പറയാം. ഉറപ്പിച്ചാൽ നമുക്ക് നല്ലതാ, വ്യക്തമായാൽ നമുക്ക് വ്യക്തമാവും. പക്ഷെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അനുഭവ അവസാനത്തത് അനുഭവത്തിൽ അവസാനിക്കുന്നതാണ്. അത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. സ്വാനുഭവത്തിന്റെ ദൃഢത ഉണ്ടാവും അവിടെ. അത് മാത്രം. അടുത്ത ചൊവ്വാഴ്ച